കൈമണി കൊട്ടി പാടുന്നേ പാണത്തി, മാലോകരറിയൻ സൽക്കഥ പറയുന്നേ പാണത്തി. ഗുരുവായൂരുണ്ണിക്ക് പാനതൻ പനിനീരാൽ അഭിഷേകം നടത്തിയ പൂന്താനം. ആ പൂന്താനത്തില്ലത്തെ പൂമുഖപ്പടിയിലെ പുത്രശോകത്തിന്റെ കഥ പാടാം. നേർച്ചയേറെ നേർന്നിട്ടും നോമ്പുകൾ നോറ്റിട്ടും കണി കണ്ടിൽ ഒരു കുഞ്ഞിക്കാല്. വഴിയെല്ലാം അടഞ്ഞപ്പോൾ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ദേവരെ തൊഴുതു നിന്നു അവർ ഗുരുവായൂരപ്പനെ വിളിച്ചു കേണു. ഉമ്മറക്കോലായിൽ ഇല്ലത്തളത്തിലും നീന്തി കളിക്കുന്ന സുഹൃതം സാക്ഷാൽ ഉണ്ണികൃഷ്ണൻ തന്ന നിധിയോ, എന്നുണ്ണി പൊന്നുണ്ണിയോ മനയേ. ഉണ്ണിക്ക് ചോറൂണ് ദിനമായി, ഇല്ലത്തൊരുത്സവമേളമായി. കുളിപ്പിച്ചു കണ്ണെഴുതിച്ചു ഗോപിക്കുറിയും തൊടുവിച്ചു, പട്ടുകോണകവും പാവു കൊണ്ടുടുപ്പിച്ചു പുലിനകത്താലിയും ചാർത്തിച്ചു. നല്ലൊരു ചോറ് പിന്നെ 4 കൂട്ടം വെച്ചു, ഇല്ലത്തടുക്കളയിൽ സദ്യയൊരുക്കം. വെള്ളോട്ടുരുളിയിൽ തിളച്ചു പൊന്തുന്ന പായസത്തിന്റെ മധുരഗന്ധം. 4 പേർ ചേർന്ന് ഉരുളിയിറക്കി അടുക്കള മൂലയിൽ ചേർത്തു വെച്ചു. കുഞ്ഞിൻ കരച്ചിൽ കേട്ടോടി വന്നു അമ്മ കുഞ്ഞിനെ നെഞ്ചോടടുക്കി വെച്ചു. മധുരം നോക്കവേ കൈകുഞ്ഞു കൈവിട്ട് പായസ പാത്രത്തിൽ വീണുപോ. പാർത്തലച്ചടുക്കള വാതിൽപ്പലകയിൽ പലവട്ടം തലതല്ലി പെറ്റമ്മ ഒന്നു കരയാനുമാകാതെ നിന്നു. ഇടിവെട്ടേറ്റ പോൽ പാവമച്ചൻ അരുമക്കുഞ്ഞിൻ ജഡം മടിയിൽ വെച്ച് ഉമ്മറപ്പടിമേൽ തളർന്നിരുന്നു. ഉരുകിയൊലിച്ചു പിതൃഹൃദയം, അത് ഉണ്ണി കണ്ണനോ വെണ്ണ നിവേദ്യമായി ജ്ഞാനപാനയായി. വിറയാർന്ന കൈകളാൽ ഉണ്ണിതൻ ജഡത്തിൽ നിന്ന് ഊരിയെടുക്കുന്നു പൊൻപണ്ടങ്ങൾ. കിഴികെട്ടി വെച്ചൊരാ പണ്ടവുമാ ഗുരുവായൂരമ്പലം ൂകിടുന്നു. കള്ളച്ചിരി തൂകി നിൽക്കുമാ കണ്ണനെ നെഞ്ചല ചാർത്തു വിളിക്കുന്നു. ഇരുടലിൽ ചാത്തി കാണണം കൃഷ്ണ എന്നുണ്ണി പൊന്നുണ്ണി നീയല്ലേ. ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ